അക്ഷരമുറ്റത്തേക്ക് സ്വാഗതം. 10ാം ക്ലാസ് അടിസ്ഥാന പാഠാവലി യൂണിറ്റ് 2 അധ്യായം 3. ഇത് സുകുമാരൻ ചാലിഗദ്ദയുടെ ഗോത്രകവിതകളിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു കവിതയാണ്. ഈ കവിതയുടെ വിശകലനവും പാഠഭാഗ പ്രവർത്തനങ്ങളുമാണ് ഈ വീഡിയോയുടെ ഉള്ളടക്കം. വീഡിയോ മുഴുവനായി കാണാനും പാഠഭാഗ പ്രവർത്തനങ്ങൾ എഴുതിയെടുത്ത് പഠിക്കാനും ശ്രദ്ധിക്കുക. ഈ കവിതയുടെ 2 പാഠങ്ങളാണ് നമുക്കിവിടെ നൽകിയിട്ടുള്ളത്. ഒന്ന്, ഗോത്രഭാഷയിൽ തന്നെയുള്ള കെത്തളു എന്ന കവിത. ഇത് റാവുള എന്ന ഗോത്രഭാഷയിലുള്ളതാണ്. ഇതിൻ്റെ തന്നെ മലയാള പരിഭാഷയും ഇതിനോടൊപ്പം തന്നിട്ടുണ്ട്. ഏട്ടക്കൂരി എന്നാണ് പരിഭാഷയുടെ തലക്കെട്ട്. ആദ്യമേ പറയുകയാണ്, ഇതൊരു ഗോത്രത്തിൻ്റെ ആത്മാവിഷ്കാരപരമായ കവിതയാണ്. അതായത് അവർ ജോലിയിൽ ഏർപ്പെടുമ്പോഴും ഏതെങ്കിലും അധ്വാനമുള്ള പ്രവർത്തികൾ ചെയ്യുമ്പോഴും അതിൻ്റെ കഷ്ടത കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ജോലികൾ എളുപ്പമാക്കുന്നതിന് വേണ്ടി, ആയാസം കുറയ്ക്കുന്നതിന് വേണ്ടി പാടുന്ന വാമൊഴി പാട്ടുകൾ മാത്രമാണ് ഇവ. ഇവയ്ക്ക് പ്രത്യേകമായ അർത്ഥമോ ആദിമധ്യാന്ത പൊരുത്തമോ, അതായത് കവിതയുടെ ആദ്യ വരി മുതൽ അവസാനത്തെ വരി വരെയുള്ള ബന്ധമോ ഒന്നും തന്നെ പ്രതീക്ഷിക്കരുത്. ഈ മനുഷ്യർ കേവല ആനന്ദത്തിന് വേണ്ടിയിട്ടും അവരുടെ അധ്വാന വേളകളെ ആയാസരഹിതമാക്കുന്നതിന് വേണ്ടിയിട്ടും പാടുന്ന പാട്ടുകൾ മാത്രമാണ് ഇവ. ഇവ ആ ഗോത്രവർഗത്തിൻ്റെ ആത്മാവിഷ്കാരമാണ്. അവരുടെ ഭാഷയിലുള്ള അവർക്ക് തോന്നുന്ന വാക്കുകൾ കൊണ്ട് രൂപീകരിച്ചിരിക്കുന്ന അവരുടെ സന്തോഷത്തിന് വേണ്ടി മാത്രം പാടപ്പെട്ട പാട്ടുകളാണ് ഇവ. ഈ കവിത എഴുതിയ സുകുമാരൻ ചാലിഗദ്ദ വയനാട്ടിലെ ആദിവാസി സമൂഹത്തിൽ നിന്ന് ഉയർന്നു വന്ന ഒരു ശ്രദ്ധേയനായ കവിയാണ്. അദ്ദേഹം ഈ കെത്തളു എന്ന കവിത എഴുതിയിരിക്കുന്ന റാവുള ഭാഷയിലും മലയാളത്തിലും കവിതകൾ എഴുതാറുണ്ട്. ഇതിൽ തന്നിരിക്കുന്ന കെത്തളുവിൻ്റെ പരിഭാഷയായ ഏട്ടക്കൂരി എന്ന് പറയുന്ന ആ മലയാള കവിതാഭാഗവും അദ്ദേഹം തന്നെയാണ് പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത്. മലയാള കവിതാ രംഗത്തേക്ക് ഗോത്രഭാഷയെയും ഗോത്രഭാഷാ സാഹിത്യത്തെയും കൊണ്ടുവന്ന ഒരു കവി കൂടിയാണ് സുകുമാരൻ ചാലിഗദ്ദ. കാട്ടുപക്ഷി, വളവിൽ മാരൻ, കൊക്കര, ഇപ്പം പേരില്ല, തെറുകുതിര, ഇടിമുട്ടി, ഏട്ടക്കൂരി തുടങ്ങിയവയൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ കവിതകളാണ്. അദ്ദേഹത്തിന് വനത്തോടും വന്യമൃഗങ്ങളോടും, പ്രത്യേകിച്ച് ആന എന്ന വന്യജീവിയോടും പ്രത്യേകമായ ഒരിഷ്ടവും ഒരു അനുതാപവും നമുക്ക് അദ്ദേഹത്തിൻ്റെ കവിതകളിൽ കാണാൻ സാധിക്കും. ഈ കവിതയും ആരംഭിക്കുന്നത് ആനയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ആദ്യമേ പറഞ്ഞതുപോലെ റാവുള ഭാഷയിലുള്ള കെത്തളു എന്ന കവിതയും ഇവിടെയുണ്ട്. അദ്ദേഹം തന്നെ പരിഭാഷപ്പെടുത്തിയ മലയാള കവിതാഭാഗവും ഇവിടെയുണ്ട്. നമുക്ക് ഇത് രണ്ടും ഒന്ന് വായിച്ചു കേൾക്കാം. അതിനുശേഷം കവിതയെ ഒന്ന് വിശകലനം ചെയ്യാം. ഈ കവിത ഏതെങ്കിലും ഒരു വിഷയത്തെ മാത്രം സംബോധന ചെയ്യുന്നില്ല. ഒരു മനുഷ്യൻ്റെ ഒഴിവ് സമയത്ത് അയാൾ വെറുതെ ഇരുന്ന് പാടുന്ന പാട്ടായി മാത്രം നിങ്ങൾ ഇതിനെ കാണുക. ഇതിനുള്ളിൽ ശ്രദ്ധേയമായ ചില വിഷയങ്ങൾ പരാമർശിക്കുന്നുണ്ട്. ആ വിഷയങ്ങൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട് കവിതയെ പഠിക്കാൻ ശ്രദ്ധിക്കുക. അവ എന്തൊക്കെയാണെന്ന് കവിത വിശകലനം ചെയ്യുന്ന അവസരത്തിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. നമുക്ക് വായനയിലേക്ക് കടക്കാം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടുന്നത് ഈ കവിത പലകുറി വായിച്ച് പഠിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഈ ഭാഷ നിങ്ങൾക്ക് തികച്ചും അപരിചിതമായ ഒന്നായിരിക്കാം. കുറച്ചു പേർക്കെങ്കിലും അറിയുന്ന ഭാഷയുമായിരിക്കാം. രണ്ടാണെങ്കിലും കവിത പലകുറി വായിച്ച് ഹൃദിസ്ഥമാക്കാൻ ശ്രദ്ധിക്കുക. അതിൻ്റെ പരിഭാഷയും അതോടൊപ്പം തന്നെ വായിക്കുക. കവിത കേൾക്കാം. കെത്തളു. കെത്തളു അഥവാ ഏട്ടക്കൂരി എന്ന് പറയുന്നത് ഒരിനം മത്സ്യമാണ് കേട്ടോ. കവിത വായിക്കുന്നു. ഇന്നലെ ഒരു കാടാനെ പെറ്റ ബൂന്ത പുള്ളെ കറുത്തതേ, ചോലക്കാടിലെ നീരുക്കാക്കെ മുങ്കിന് ഗുണ്ടിലെ മീനുവ തറകെട്ടിൻഡോ, മരകേര തുളേ ചുക്കീൻ്റെ മരബാവു ഭൂവു, അഞ്ചെട്ടു പെണിയങ്കളെ തടാക്കിൻഡോ, മുങ്കിപ്പോറ്റ കല്ലുകേരി മീനുക്കു മുക്കുബെട്ടു ബേണു, കന്നാരപ്പു വലിയെ കല്ലു ഉരച്ചി ഉരച്ചി നരച്ചിൻ്റെ തിലേ പോത്ത്, പൊന്നുമൂക്കടാത്തി പൊന്നുകുണ്ടു പൂവേ കാടുക്കു ഓട്ടിക്കാൻ്റെ, ഉറ്റിമലഞ്ച കൈതപൂവുക്കു പൊരുപൂവു വെട്ടിയാറ്റിൻ്റെ കാറ്റുമ്മു, വളഞ്ചു നനച്ചുണ്ടറാങ്കിന്ന കാടുമ്മു വെല്ലുക്കു ബാലെ പുല്ലു, പൂവ് ബെട്ടി നീന്തിന്ന ബാളെമ്മു കരബെട്ടി ചാടിൻ്റെ കെത്തളുക്കുമ്മു എന്ന ചാന്തു, ആ മലക്കുമ്മു കണ്ണിട്ടുള്ളാരു കുത്തിപൂന്ത കറുത്ത കല്ലൊക്കെ വെളുത്ത ചോര കക്കിൻഡോ, നാനോടിച്ചാടി കട്ടാന്ത കല്ലൊക്കെ അങ്ങാടി മലൻഡോ, നാനൊളേച്ച മരാത്തെക്കു ജാറല്ലു ഏവു മലെ ചാടിച്ചുമ്മു, ഏവു പൂവെ കട്ടാന്തിച്ചുമ്മു,
കെത്തുള് തിരിച്ചു ദിഗിന്ന്. ഊത്ത കാലത്തിൽ ഇമ്മുരച്ച കാണി. ഇനി ഇതിന്റെ മലയാള പരിഭാഷ കേൾക്കാം. ഏട്ടക്കൂരി. ഇന്നലെ ഒരു കാട്ടാന പെറ്റു. പെറ്റുവീണ കുഞ്ഞ് കറുത്തത്. ചോലക്കാട്ടിലെ നീർക്കാക്ക മുങ്ങിയ കുഴിയിൽ മീനുകൾ വീട്ടുതിണ്ണ കെട്ടുന്നു. മരത്തിന്മേലെ മരവാഴപ്പൂക്കൾ 5-8 പെണ്ണിനെ തേടുന്നു. മുങ്ങാങ്കുഴിയിട്ട കല്ലുന്തി മീനിന് മൂക്കുത്തി വേണം. കന്നാരംപുഴയിലെ കല്ലുകൾ ഉരസി ഉരസി നരസിക്കു നരവീണു. പൊന്നും ചുമന്ന് പൊൻകുഴിപ്പുഴ കാട്ടിലേക്ക് ഓടിക്കളഞ്ഞു. ഒളിഞ്ഞു നോക്കിയ കൈതപ്പൂവിന് വഴിവെട്ടിയാട്ടുന്ന കാറ്റും ചുറ്റും നിനച്ചുറങ്ങിയ കാട്ടുമുയലിന് വലവെറും പുല്ലും. പുഴവെട്ടി നീന്തുന്ന വാളയ്ക്കും കരവെട്ടിച്ചാടുന്ന ഏട്ടക്കൂരിക്കും എന്തൊരു ചന്തം. ആ മലകൾക്കും കണ്ണിട്ടിട്ടുണ്ട്. കുത്തിവീണ കല്ലുകളെല്ലാം വെളുത്ത ചോര കക്കുന്നു. ഞാൻ ഓടിച്ചാടി നടന്ന കല്ലുകളെല്ലാം അങ്ങാടി കാണുന്നു. ഞാൻ ഇരുന്നിരുന്ന മരത്തിലെല്ലാം വഴുക്കലാണ്. 7 മലകൾ ചാടിയിട്ടും 7 പുഴകൾ കടന്നിട്ടും ഏട്ടക്കൂരി തിരിച്ചിറങ്ങി. ഊത്തക്കാലത്തും രക്ഷയില്ല. ഗോത്രകവിതകൾ സുകുമാരൻ ചാലികഥ. അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് കഴിയുന്നത് പോലെ ഈ കവിത ഡീകോഡ് ചെയ്ത് ഇതിനകത്ത് ഞാൻ പറഞ്ഞതുപോലെ ഗോത്രവിഭാഗത്തിലെ ജനത അവരുടെ പ്രവൃത്തിയിലെ ആയാസങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും അവരുടെ ഒഴിവു സമയങ്ങളെ ആനന്ദകരമാക്കുന്നതിന് വേണ്ടിയും എഴുതിയിട്ടുള്ള ഒരു കവിതയാണ്. ഇതിനകത്ത് നിന്ന് നമുക്ക് കാവ്യപരമായ അർത്ഥമോ അല്ലെങ്കിൽ അഗാധമായ മറ്റ് ആശയങ്ങളോ കണ്ടെത്തേണ്ടതില്ല. ഇത് വിനോദത്തിന് വേണ്ടിയുള്ള ഒരു കവിത എന്ന നിലയിൽ ആസ്വദിച്ച് പോവുക. ആശയം നമുക്കൊന്ന് വിശകലനം ചെയ്യാം. നോക്കൂ, ഇന്നലെ ഒരു കാടാന ബെറ്റ എന്ന് വെച്ചാൽ ഇന്നലെ ഒരു കാട്ടാന പ്രസവിച്ചു. പെറ്റുപൂന്ത പുള്ളെ കറുത്തയെ എന്ന് വെച്ചാൽ ആ പെറ്റു വീണ കുട്ടി കറുത്തതാണ്. ആനയുടെ കുഞ്ഞല്ലേ, അത് കറുത്തതായിരുന്നു എന്ന്. ചോലക്കാടിലെ നീരുക്കാക്കേ മുങ്കിന്ന ഗുണ്ടിലെ മീനുവ തറകെട്ടിൻറ്റോ. ചോലക്കാട്ടിൽ നീരുകാക്ക എന്ന് വെച്ചാൽ നീർക്കാക്ക. ഈ കാക്ക കുഴിയിലേക്ക് മുങ്ങിയത് കണ്ടിട്ട്, വെള്ളത്തിലേക്ക് മുങ്ങിയത് കണ്ടിട്ട് അവിടെ ആ കുഴിയിൽ താമസിച്ചിരുന്ന മീനുകളൊക്കെ പേടിച്ച് കരയിലേക്ക് കയറി. അല്ലെങ്കിൽ എന്തു ചെയ്യും? കാക്ക പിടിച്ചുകൊണ്ടു പോകുമെന്ന് ഭയന്നിട്ടായിരിക്കണം. മരകേര തുളേ ചുക്കിന്റെ മരബാവു പൂവു. എന്താണ്? മരത്തിന്മേലെ മരവാഴപ്പൂക്കൾ. ഈ മരവാഴപ്പൂക്കൾ എന്ന് പറയുന്നത് കാട്ട് ഓർക്കിഡുകളാണ്, ഭംഗിയുള്ള പൂക്കൾ. ഈ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നുണ്ട് മരത്തിന് മേലെ. അപ്പോൾ ഈ മരവാഴ എന്ന് പറയുന്നത് നമുക്കറിയാം, അത് സ്വതന്ത്രമായിട്ട് നിൽക്കുന്ന ഒരു ചെടിയല്ല, മറ്റെന്തിലെങ്കിലും പറ്റിപ്പിടിച്ച് നിൽക്കുന്നതാണ്. അപ്പോൾ ഒരു മരത്തിന്മേൽ പറ്റിപ്പിടിച്ച് നിൽക്കുന്ന ഈ മരവാഴ പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുകയാണ്. എന്തിനാണ് അവ വിരിഞ്ഞു നിൽക്കുന്നത്? 5-8 പെണിയങ്കളെ തടാക്കിൻറ്റോ. അത് തലയിൽ ചൂടുന്ന പെണ്ണുങ്ങളെ കാത്താണ് ആ പൂവ് വിരിഞ്ഞു നിൽക്കുന്നത്. മുങ്കിപ്പോന്റെ കല്ലുകേരി മീനുക്ക് മുക്ക് ബെട്ടു വേണു. മീനുകൾ എന്ത് ചെയ്യുന്നു എന്നാ പറയുന്നത്? മീനുകൾ മുങ്ങാങ്കുഴിയിട്ട് താഴേക്ക് നീന്തുകയാണ്. ആ മീനുകൾക്ക് എന്ത് വേണമെന്ന്? മൂക്ക് ബെട്ടു വേണു എന്ന് വെച്ചാൽ മൂക്കുത്തി വേണം. കന്നാരപ്പൂ വലിയ കല്ലു ഉരച്ചി ഉരച്ചി നരച്ചിന്റെ തിലേ പോത്ത. കന്നാരം പുഴയിൽ കല്ലുകളുണ്ട്. ഈ കല്ലുകളിൽ പുഴയുടെ അലകൾ വന്ന് നിരന്തരം ഉരസി ആ കല്ലുകൾ നരച്ചുപോയി. നരസി എന്ന് പറയുന്നത് ഒരു പുഴയാണ് കേട്ടോ. ആ പുഴയിലെ കല്ലുകളാണ് നിരന്തരമായി വെള്ളം വന്ന് ഇങ്ങനെ ഉരസി നരച്ചു പോയത്. പൊന്നുമൂക്കിടാത്തി പൊന്നുകുണ്ട് പൂവേ കാടുക്കു ഓട്ടിക്കാൻ്റെ. പൊന്നും ചുമന്ന് പൊൻകുഴി പുഴ എന്ത് ചെയ്തു? കാട്ടിലേക്ക് ഒഴുകി പോയി എന്ന് പറയുകയാണ്. ഇവിടെ പൊന്നുമൂക്കിടാത്തി എന്ന് പറയുന്നത് എന്തിനെയാണ്? പുഴയെയാണ് പറഞ്ഞിരിക്കുന്നത്, പൊൻകുഴി പുഴയെ. ഒറ്റിമലഞ്ച കൈതപ്പൂവുക്ക് പൊരുഭവു വെട്ടിയാട്ടിന്റെ കാറ്റുമ്മു. കൈതപ്പൂവ് വിരിഞ്ഞു നിൽക്കുന്നു. കൈതപ്പൂവ് വിരിഞ്ഞ് പൊന്തകളിൽ നിന്ന് പുറത്തേക്ക് എത്തി നോക്കുമ്പോൾ കാറ്റു വന്ന് അവയെ തഴുകി കടന്നു പോകുന്നു. വളഞ്ചു നനച്ചോണ്ടുറാങ്കിന്ന കാടുമ്മു വെല്ലുക്കു ബലേ പുല്ലു. അവിടെ കിടന്നുറങ്ങിയിരുന്ന ഒരു കാട്ടുമുയല് പുല്ലുകൾക്കിടയിൽ എന്ത് ചെയ്തു? കുരുങ്ങിപ്പോയി. വലകളിൽ എന്ന പോലെ കാട്ടുമുയൽ കുരുങ്ങിപ്പോയി. പൂവ് പെട്ടി നീന്തിന്ന ബാളമ്മു കരപെട്ടി ചാടിന്റെ കെത്തെളുക്കുമ്മു എന്ന ചാന്തു. അതാണ് ആ പുഴയിലൂടെ പുഴ കടന്ന് നീന്താൻ കുതിക്കുന്ന വാളമീനിനും കരയിലേക്ക് ചാടാൻ നോക്കുന്ന ഏട്ടക്കൂരി എന്ന മീനിനുമൊക്കെ എന്തൊരു ഭംഗിയാണ് എന്ന് കവി പറയുന്നു. എന്ന ചാന്തു എന്ന് പറഞ്ഞാൽ എന്തു ഭംഗി എന്നാണ് കേട്ടോ. ആ മലക്കുമ്മു കണ്ടിട്ടുള്ള ആരു
കുത്തിപൂന്ത കറുത്ത കല്ലൊക്കെ വെളുത്ത ചോര കക്കിൻഡോ. മലകളൊക്കെ നശിക്കുന്നതിനെ കുറിച്ചാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞിരിക്കുക. എന്താണ്? മലകളൊക്കെ ആൾക്കാർ വെട്ടി വെട്ടി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ കല്ലുകളൊക്കെ ഇടമുറിഞ്ഞ് കിടപ്പുണ്ട്. ആ കല്ലുകളൊക്കെ ഏത് നിറത്തിലാണ് കാണപ്പെടുന്നത്? അവയിലേക്കെല്ലാം മണ്ണൊലിച്ച്, പാറകൾ വെട്ടി ഇടിക്കുമ്പോൾ എന്ത് സംഭവിക്കും? മണ്ണൊലിപ്പുണ്ടാവും അല്ലേ? അങ്ങനെ മലകൾ നശിപ്പിക്കുന്നതിന് വേണ്ടി കല്ലുകൾ വെട്ടിയപ്പോൾ മണ്ണൊലിപ്പുണ്ടായി. മണ്ണൊലിച്ച് വന്ന് ഈ പാറയുടെ പുറത്തേക്ക് വീണ് കിടക്കുന്നു. അത് കണ്ടാൽ പാറകൾ വെളുത്ത ചോര ഛർദ്ദിച്ചതുപോലെയാണ് തോന്നുക. നാന്നോടിച്ചാടി കട്ടാന്ത കല്ലൊക്കെ അങ്ങാടി മലൻഡോ. പണ്ട് ഞാൻ ഒരു കാലത്ത് ഓടിച്ചാടി നടന്നിരുന്ന ഈ കാട്ടിലെ കല്ലൊക്കെ ഇന്ന് എവിടെ കിടക്കുന്നു? അങ്ങാടിയിൽ, അതായത് വിൽപ്പനയ്ക്കായി ആളുകൾ കൊണ്ടുപോയിരിക്കുന്നു. എന്ന് വെച്ചാൽ കാട്ടിലുള്ള പ്രകൃതി വിഭവങ്ങളെ, കല്ലിനെയും മണ്ണിനെയും ഉൾപ്പെടെ ഉള്ളവയെ നാട്ടിലെ ആളുകൾ വന്ന് ചൂഷണം ചെയ്ത്, അവയെ വിഭവങ്ങളെ ചൂഷണം ചെയ്ത് നാട്ടിലേക്ക് കച്ചവടത്തിനായി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞ ശ്രദ്ധിക്കേണ്ടുന്ന 1-2 വസ്തുതകൾ ഇതൊക്കെയാണ്. എന്താണ്? ഒന്ന്, മലകളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, പാറ വെട്ടുന്നു, പാറകളെ തുരക്കുന്നു, അതിൻ്റെ ഫലമായി മണ്ണൊലിപ്പുണ്ടാകുന്നു. ഇത് ഒരു പ്രശ്നം. മറ്റൊന്ന്, വനവിഭവങ്ങളെ ചൂഷണം ചെയ്ത് അവിടുത്തെ സ്വാഭാവികമായ പ്രകൃതിയെ നശിപ്പിച്ച് അവിടെയുള്ള വിഭവങ്ങളെ ആൾക്കാർ, നാട്ടുവാസികളായ ആൾക്കാർ ചൂഷണം ചെയ്ത് കൊണ്ടുപോയി വിൽപ്പനയ്ക്കായി വെച്ചിരിക്കുന്നു. നാന്നുളേച്ച മരാത്തെക്കു ജാറല്ലു. പണ്ട് ഒരു കാലത്ത് ഞാൻ കയറി ഇറങ്ങിയിരുന്ന മരങ്ങളെല്ലാം ഇന്ന് അവയിലെല്ലാം കയറുമ്പോൾ വഴുക്കലുണ്ടാകുന്നു എന്ന് പറയുകയാണ്. എന്ന് വെച്ചാൽ ഇന്ന് ആരും ആ മരങ്ങളിലൊന്നും കയറാറില്ല. സ്ഥിരമായി ആളുകൾ കയറിയിരുന്നപ്പോഴും മരങ്ങളിൽ ചാടി കയറി കുട്ടികൾ കളിച്ചിരുന്നപ്പോഴും ഒക്കെ ആ മരത്തിൽ പായൽ ഉണ്ടാകുമായിരുന്നില്ല. കാരണം നിരന്തരമായ ആളുകൾ അതുമായി സമ്പർക്കത്തിൽ വരുന്നുണ്ടല്ലോ. എന്നാൽ ഇന്ന് ആളുകൾ ആ മരങ്ങളെയൊക്കെ പാടെ ഉപേക്ഷിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ മരത്തിലൊക്കെ കയറുമ്പോൾ ഇന്ന് വഴുക്കൽ അനുഭവപ്പെടുന്നു. അപ്പം പ്രകൃതിയിൽ നിന്ന് മനുഷ്യൻ അകലുന്നു എന്ന സൂചന കൂടി അദ്ദേഹം കവിതയുടെ അവസാന ഭാഗത്ത് തരുന്നുണ്ട്. ഇനി പറയാൻ പോകുന്നത് അദ്ദേഹത്തിന്റെ ഒരു കൽപ്പനയാണ്. ഏട്ടക്കൂരി എന്ന് പറയുന്ന മത്സ്യം എന്ത് ചെയ്തു എന്നാണ് പറയുന്നത്. ഏവുമലയെ ചാടിച്ചുമ്മു, ഏവുപൂവയെ കട്ടാത്തിച്ചുമ്മു, കെത്തളു തിരിച്ചു ദിഗിന്ന. 7 മലകളും 7 പുഴകളും ഒക്കെ ചാടിക്കടന്ന മത്സ്യമാണ് നമ്മുടെ ഏട്ടക്കൂരി. അങ്ങനെയുള്ള ഏട്ടക്കൂരിക്ക് പോലും എന്ത് ചെയ്യേണ്ടി വന്നു? ഒരു സമയം കഴിഞ്ഞപ്പോൾ പകുതി വഴിക്ക് വെച്ച് തിരിച്ചു പോരേണ്ടി വന്നു. എന്തുകൊണ്ടാണ്? ഊത്തക്കാലത്തിൽ ഇമ്മുരച്ചെ കാണി. ഊത്തേക്കാലം എന്ന് പറഞ്ഞാൽ മീനിന്റെ പ്രജനന കാലമാണ്. ട്രോളിംഗ് എന്നൊക്കെ പറയത്തില്ലേ നമ്മൾ, ആ ഒരു കാലഘട്ടമാണ്. മീനുകൾ മുട്ടയിട്ട് കുഞ്ഞുങ്ങൾ വിരിയുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ പോലും ആ മീനിന് രക്ഷയില്ല. എന്ന് വെച്ചാൽ ആളുകൾ അമിതമായി ഏട്ടക്കൂരി എന്ന് പറയുന്ന മത്സ്യത്തെ വേട്ടയാടുകയും അതിനെ മത്സ്യബന്ധനം നടത്തി പിടിച്ചുകൊണ്ട് പോവുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് ആ മത്സ്യം ഒരു വംശനാശ ഭീഷണിയിലാണെന്നോ അല്ലെങ്കിൽ അതിൻ്റെ ജീവന് തന്നെ അപകടമാണെന്നോ ഒക്കെ കവി ശങ്കിക്കുന്നുണ്ട്. അപ്പോൾ ഈ കവിതയുടെ അർത്ഥം ഏകദേശം നിങ്ങൾക്കൊന്ന് മനസ്സിലായി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്രയേ ഉള്ളൂ. അദ്ദേഹം കാടിൻ്റെ ഒരു വർണ്ണനയാണ് തന്നിരിക്കുന്നത്. ആദ്യം പറയുന്നത് ഒരു കാട്ടാന പെറ്റ കുഞ്ഞ് കറുത്തതായിരുന്നു. അത് കഴിഞ്ഞ് പുഴയെക്കുറിച്ച് പറയുന്നു. പുഴയിലേക്ക് നീർക്കാക്ക വന്ന് മുങ്ങുന്നത് കണ്ടിട്ട് മീനുകൾ പേടിച്ച് കരയ്ക്ക് കയറിയെന്ന്. പിന്നെ ഈ പുഴ ഒഴുകി ഒഴുകി കാട്ടിലേക്ക് ഓടിപ്പോവുകയാണെന്നൊക്കെ അദ്ദേഹം സങ്കല്പിക്കുകയാണ്. പിന്നെ പുഴയുടെ തീരത്തിരിക്കുന്ന കല്ലുകളിലെല്ലാം വെള്ളം വന്ന് ഉരസി കല്ലുകളെല്ലാം നരച്ചുപോയി എന്നുള്ള കാര്യം പറയുന്നു. പിന്നെ അവിടെ പൂത്തു നിൽക്കുന്ന മരവാഴ പൂക്കളൊക്കെ ആ കാട്ടിലെ സുന്ദരികളായ സ്ത്രീകൾ വന്ന് പറിച്ച് തലയിൽ ചൂടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. കൈതപ്പൊന്തകളിൽ നിന്നൊക്കെ വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളെ തഴുകുന്നതിന് വേണ്ടി കാറ്റ് അവിടെയൊക്കെ കിടന്ന് കറങ്ങുന്ന കാര്യവും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആ പുഴയിലൂടെ ഒഴുകി പോകുന്ന വാളമീനിനും ഏട്ടക്കൂരിക്കും ഒക്കെയുള്ള സൗന്ദര്യത്തെയും അദ്ദേഹം വർണ്ണിക്കുന്നു. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം കവിതയുടെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ഗോത്രവിഭാഗക്കാരായ ആ ജനങ്ങളും അവരുടെ പരിസ്ഥിതിയും നേരിടുന്ന നിലവിലെ പ്രശ്നങ്ങളെ കുറിച്ചുകൂടി അദ്ദേഹം സൂചിപ്പിക്കുന്നു. എന്താണ്? മലകൾ ഇടിക്കുന്നു, അതിൻ്റെ ഭാഗമായി പാറകളെ തുരക്കുന്നു. അപ്പോൾ പാറകളൊക്കെ തുരന്നു മാറ്റി കഴിയുമ്പോൾ കല്ലുകൾ അവിടെ പൊടിഞ്ഞു കിടക്കുന്നുണ്ട്, മണ്ണൊലിപ്പുണ്ടാകുന്നു. ഈ മണ്ണെല്ലാം ഒലിച്ച് വന്ന് പാറയുടെ പുറത്ത് വെളുത്ത ചോര ഛർദ്ദിച്ചതുപോലെ കാണപ്പെടുന്നു എന്ന് പറയുന്നു. അതുപോലെ കാട്ടിലുള്ള വിഭവങ്ങളെ നാട്ടുവാസികളായ മനുഷ്യർ ചൂഷണം ചെയ്ത് അങ്ങാടികളിൽ കൊണ്ടുപോയി വിൽപ്പനയ്ക്കായി വെച്ചിരിക്കുന്ന കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ അവരുടെ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളാകട്ടെ മറ്റുള്ളവരാകട്ടെ പ്രകൃതിയിൽ നിന്ന് തീർത്തും അകന്നു പോയിരിക്കുന്നത് കൊണ്ട് അവരാരും മരങ്ങളുമായി ഇപ്പോൾ അടുത്തിടപഴകുന്നില്ല. അതുകൊണ്ട് തന്നെ മരത്തിൽ ഒരുപാട് വഴുക്കലുകൾ അദ്ദേഹത്തിന് അനുഭവപ്പെടുന്നു. കവിതയുടെ പേര് ഏട്ടക്കൂരി എന്നായതുകൊണ്ട് തന്നെ, കെത്തളു എന്നായതുകൊണ്ട് തന്നെ കവിതയുടെ അവസാന ഭാഗത്ത് ഏട്ടക്കൂരിയുടെ ഒരു അവസ്ഥയെക്കുറിച്ച് കൂടി സൂചിപ്പിക്കുന്നുണ്ട്.
7 മലകളും 7 പുഴയും വരെ കടന്നാണ് ഏട്ടക്കൂരി തൻ്റെ ജീവനും കൊണ്ട് രക്ഷപ്പെടാൻ നോക്കിയത്. അതായത് പ്രജനന കാലത്ത് പോലും, മുട്ട വിരിയാൻ കാത്തിരിക്കുന്ന കാലത്ത് പോലും ഏട്ടക്കൂരിയെ ആൾക്കാർ പിടിച്ചു കൊണ്ടുപോയി തിന്നുന്നത് കൊണ്ട് അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയാണ് ഏട്ടക്കൂരി 7 മലയും 7 പുഴയും കടന്നു പോയത്. എന്നിട്ട് പോലും ഏട്ടക്കൂരിക്ക് രക്ഷയില്ലെന്ന് കണ്ട് തിരിച്ചു പോരേണ്ടി വന്നു എന്നാണ് അവസാന ഭാഗത്ത് കവി പറയുന്നത്. ഇതേ തുടർന്ന് പാഠഭാഗ പ്രവർത്തനങ്ങളുടെ ഉത്തര മാതൃകകളാണ് നൽകിയിരിക്കുന്നത്. പാഠഭാഗ പ്രവർത്തനങ്ങൾ കൃത്യമായി എഴുതിയെടുത്ത് പഠിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക. നന്ദി.